നമ്മൾ algebraic expressions and identities എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 3rd എക്സസൈസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4q q പ്ലസ് ആർ, അതുപോലെ എ ബി എ മൈനസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ പ്ലസ് ബിനെ 7a സ്ക്വയർ ബി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ സ്ക്വയർ മൈനസ് 9 4a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ പി ക്യൂ പ്ലസ് ക്യു ആർ പ്ലസ് ആർ പി 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4q. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക. 4q ഇൻറ്റു ക്യൂ പ്ലസ് ആർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4q ഇൻറ്റു ക്യൂ, 4q ഇൻറ്റു ക്യൂ. 4qനെ കൊണ്ട് 2 ടേമിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4q ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് അതുപോലെ എഴുതി. 4q ഇൻറ്റു ആർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതിനുശേഷം 4q ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 4q സ്ക്വയർ പ്ലസ് 4q ആർ. അതാണ് അതിന്റെ ആൻസർ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ എ ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ഇതും അതേപോലെ തന്നെ എ ഇൻറ്റു, അതായത് എ ബി ഇൻറ്റു എ മൈനസ്, ഈ മൈനസ് അതേപോലെ മൈനസിന്റെ എ ബി ഇൻറ്റു ബി. അപ്പൊ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു എ എന്ന് പറയുന്നത് എ സ്ക്വയർ ബി മൈനസ് എ ബി സ്ക്വയർ. അതിന്റെ ആൻസർ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എ പ്ലസ് ബി ഇൻറ്റു 7a സ്ക്വയർ ബി സ്ക്വയർ. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എ ഇൻറ്റു 7a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 7a സ്ക്വയർ ബി സ്ക്വയർ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പൊ അതില് 7a സ്ക്വയർ ഇൻറ്റു എ എന്ന് പറയുന്നത് എ ക്യൂബ് ബി സ്ക്വയർ പ്ലസ് 7a സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു ബി ബി ക്യൂബ്. അങ്ങനെയാണ് അത് കിട്ടുന്നത്. അടുത്തത് എ സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 4a. അപ്പൊ ഇത് എ സ്ക്വയർ ഇൻറ്റു 4a മൈനസ് എ ഇൻറ്റു 9 ആണ്, 9 ഇൻറ്റു 4a. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4a ക്യൂബ് മൈനസ് 9 ഇൻറ്റു 4 36a. അടുത്തത് അത് നമുക്കറിയാം, ഇൻറ്റു 0 ആണ്. 0 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 0 തന്നെ. ആർ പി ഇൻറ്റു 0 ഈക്വൽ ടു 0. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ഡി ആണ്. അപ്പോൾ ഇവിടെ എ ബി പ്ലസ് എ സി പ്ലസ് എ ഡി എന്ന് കിട്ടും. എ ബി പ്ലസ് എ സി പ്ലസ് എ ഡി. അടുത്തത് എക്സ് പ്ലസ് വൈ മൈനസ് 5 ഇൻറ്റു 5xy. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 5x, അതായത് എക്സ് ഇൻറ്റു 5xy പ്ലസ് വൈ ഇൻറ്റു 5xy മൈനസ് 5 ഇൻറ്റു 5xy. നമുക്ക് കിട്ടുന്നത് 5x സ്ക്വയർ വൈ പ്ലസ് 5xy സ്ക്വയർ മൈനസ് 25xy. അതെ, 5x സ്ക്വയർ വൈ പ്ലസ് 5xy സ്ക്വയർ മൈനസ് 25xy. സെക്കൻഡ്. ഇനി തേർഡ് p ഇൻറ്റു 6p സ്ക്വയർ മൈനസ് 7p പ്ലസ് 5 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 6p സ്ക്വയർ ഇൻറ്റു p മൈനസ് 7p ഇൻറ്റു p പ്ലസ് 5p. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6p ക്യൂബ് മൈനസ് 7p സ്ക്വയർ പ്ലസ് 5p. 6p ക്യൂബ് മൈനസ് 7p സ്ക്വയർ പ്ലസ് 5p എന്ന് കിട്ടും. ഇനി 4p സ്ക്വയർ ക്യൂ സ്ക്വയർ, 4p സ്ക്വയർ ക്യൂ സ്ക്വയർ ഇൻറ്റു p സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ആണ്. അപ്പോൾ ഇതും അതേപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 4p സ്ക്വയർ ക്യൂ സ്ക്വയർ ഇൻറ്റു p സ്ക്വയർ മൈനസ് 4p സ്ക്വയർ ക്യൂ സ്ക്വയർ ഇൻറ്റു ക്യൂ സ്ക്വയർ. അപ്പോൾ ഇത് കിട്ടുന്നത് നമുക്ക് 4p സ്ക്വയർ ഇൻറ്റു p സ്ക്വയർ p റേസ് ടു 4 ആയി, ക്യൂ സ്ക്വയർ മൈനസ് 4p സ്ക്വയർ ക്യൂ റേസ് ടു 4. അപ്പോൾ 4p റേസ് ടു 4 ക്യൂ സ്ക്വയർ മൈനസ് 4p സ്ക്വയർ ക്യൂ റേസ് ടു 4. ഇനി ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ ബി സി.
ഇത് അതേപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇൻറ്റു അതായത് എ ഇൻറ്റു എ ബി സി പ്ലസ് ബി ഇൻറ്റു എ ബി സി പ്ലസ് സി ഇൻറ്റു എ ബി സി. അപ്പം നമുക്ക് എ ബി അതായത് എ സ്ക്വയർ ബി സി പ്ലസ് എ ബി സ്ക്വയർ സി പ്ലസ് എ ബി സി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എ സ്ക്വയർ ബി സി പ്ലസ് എ ബി സ്ക്വയർ സി പ്ലസ് എ ബി സി സ്ക്വയർ. അത്രയേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ ആദ്യത്തെ നോക്കാം. എ സ്ക്വയർ ഇൻറ്റു 2a⁻22 ഇൻറ്റു 4a⁻26. അപ്പോൾ ആദ്യം നമുക്ക് കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും. അതുപോലെ എ സ്ക്വയർ ഇൻറ്റു a⁻22 ഇൻറ്റു a⁻26 ആണുള്ളത്. അപ്പോൾ അതിന്റെ പവർ ആഡ് ചെയ്യാം. 8a 2 പ്ലസ് 22 എക്സ്പോണൻസിൽ പഠിക്കുന്നതാണ് നമ്മൾ. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m പ്ലസ് n. അപ്പോൾ അതില് 8a ഇവിടെ 24 പ്ലസ് 26 50 എന്ന് കിട്ടും. 8a⁻50. അടുത്തത് 2/3xy ഇൻറ്റു -9/10x²y² ആണുള്ളത്. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 ഇവിടെ -3. അപ്പോൾ -3 ഇവിടെ x ഇൻറ്റു x² എന്ന് പറയുന്നത് x³ y ഇൻറ്റു y² എന്ന് പറയുന്നത് y³. മൈനസ് അതിൻ്റെ ഉള്ളൂ. ഇനി അടുത്തത് തേർഡ് -10/3 p³ ഇൻറ്റു 6/5 p³ q ആണുള്ളത്. ഇവിടെ 2 ഇവിടെ 2. അപ്പോൾ -4 2 ഇൻറ്റു -2 -4 ആയി. p ഇൻറ്റു p³ എന്ന് പറയുന്നത് p⁻4 q³ ഇൻറ്റു q എന്ന് പറയുന്നത് q⁻4. അവിടെ x ഇൻറ്റു x² ഇൻറ്റു x³ ഇൻറ്റു x⁻4 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം പവർ ആഡ് ചെയ്താൽ മതി. x⁻1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4. അപ്പോൾ 3 പ്ലസ് 3 6 6 പ്ലസ് 4 10 x⁻10. തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ 3x ഇൻറ്റു 4x മൈനസ് 5 പ്ലസ് 3 ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. x ഇസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോഴും x ഇസ് ഈക്വൽ ടു 1/2 കൊടുക്കുമ്പോഴും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 3x ഇൻറ്റു 4x മൈനസ് 5 പ്ലസ് 3. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3x ഇൻറ്റു 4x മൈനസ് 3x ഇൻറ്റു 5 പ്ലസ് 3. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 12x² മൈനസ് 15x പ്ലസ് 3 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കുക. എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 12 ഇൻറ്റു ഇവിടെ എക്സിന്റെ പ്ലേസിൽ 3 എന്ന് കൊടുക്കുക. 15 ഇൻറ്റു 3 പ്ലസ് 3. അപ്പോൾ ഇവിടെ 9 12 ഇൻറ്റു 9 മൈനസ് 15 ഇൻറ്റു 3 എന്ന് പറയുന്നത് 45 പ്ലസ് 3. അപ്പോൾ 12 ഇൻറ്റു 9 108 മൈനസ് 45 പ്ലസ് 3. 108 പ്ലസ് 3 പോസിറ്റീവ് ഉള്ളത് ആദ്യം ആഡ് ചെയ്യുക. 108 പ്ലസ് 3. അപ്പോൾ 111 കിട്ടി. അതിൽ നിന്ന് 45 മൈനസ് ചെയ്യുക. 45 മൈനസ് ചെയ്യുമ്പോൾ 6 10 ആവുമ്പോൾ 6 66. അതിൻ്റെ ആൻസർ 66. ഇനി എക്സിന് 1/2 കൊടുക്കുമ്പോൾ നമുക്ക് 12 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ മൈനസ് 15 ഇൻറ്റു 1/2 പ്ലസ് 3 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 12 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 മൈനസ് 15 ഇൻറ്റു 1/2 പ്ലസ് 3 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും 3. അപ്പോൾ 3 ഇവിടെ വരുന്നത് നമുക്ക് 3 മൈനസ് 15/2 പ്ലസ് 3. അപ്പോൾ 3 പ്ലസ് 3 6 മൈനസ് 15/2 ആണ് കിട്ടുന്നത്. 6 മൈനസ് 15/2. ഇതിനെ നമ്മൾ LCM എടുക്കുന്നു. LCM എടുക്കുമ്പോൾ 6 ഇൻറ്റു 2 12 മൈനസ് 15. 12 മൈനസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3/2 ആണ് അതിൻ്റെ ആൻസർ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ LCM എടുത്തിരിക്കുക. അതായത് ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? LCM എടുക്കും. ശേഷം ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു -3/2. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം.
അതിൽ സെക്കൻഡ് പാർട്ട് അത് എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 പ്ലസ് 5 എന്നുള്ളത്. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എ പ്ലസ് എ 1 ഇൻറ്റു എ പ്ലസ് 5. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 5 എന്നാണ് കിട്ടുന്നത്. ഇനി അതിൽ എ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. എ ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് 0 ഇതും 0 പ്ലസ് 5. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ വാല്യൂ കിട്ടുന്നത് 5 ആണ്. ഇനി എ ഈക്വൽ ടു 1 കൊടുക്കുന്നു. എ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 5. എന്റെ പ്ലേസിൽ ആ വാല്യൂ കൊടുക്കണം, അത്രയേ ഉള്ളൂ അതിൽ. അപ്പോൾ 1 ക്യൂബ് 1 തന്നെ, 1 സ്ക്വയർ 1 തന്നെ, 1 പ്ലസ് 5. അപ്പോൾ 5 പ്ലസ് 3 8. ഇനി എ ഈക്വൽ ടു -1 അതിന് ശ്രദ്ധിക്കണം. അപ്പോൾ -1 ക്യൂബ് പ്ലസ് -1 സ്ക്വയർ പ്ലസ് -1 പ്ലസ് 5 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ -1 ക്യൂബിന് പറഞ്ഞാൽ -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഓഡ് നമ്പറാണ് പവറായിട്ട് വരുന്നതെങ്കിൽ നെഗറ്റീവ് സൈൻ തന്നെയാണ് വരിക. അപ്പോൾ -1 ഇൻറ്റു -1 പ്ലസ് 1 ഇവിടെ -1 പ്ലസ് 5. അപ്പോൾ ഇവിടെ -1 -2 -2 1 പോയി കഴിഞ്ഞാൽ -1 പ്ലസ് 5 എന്ന് പറയുന്നത് 4. അതിൻ്റെ ആൻസർ 4. ആദ്യത്തെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഇൻറ്റു പി മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് പി. ഇതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പി ഇൻറ്റു പി സ്ക്വയർ മൈനസ് പി ഇൻറ്റു ക്യൂ പി ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ഇൻറ്റു ആർ ക്യൂ ആർ. ആ മൈനസ് അതിന് അതേപോലെ ഉണ്ട്. ആർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ ഇൻറ്റു പി ആർ പി. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഒന്നും ക്യാൻസലായി പോവില്ല. കാരണം മൈനസ് പി ക്യൂ ക്യൂ ആർ മൈനസ് ആർ ടി. അപ്പോൾ ഇത് ഓർഡറിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് പി ക്യൂ മൈനസ് ക്യൂ ആർ മൈനസ് ആർ ടി. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അടുത്തത് സെക്കൻഡ് ആണ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ 2x ഇൻറ്റു സെഡ് മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 2y ഇൻറ്റു സെഡ് മൈനസ് വൈ മൈനസ് എക്സ് ആണുള്ളത്. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2x ഇൻറ്റു സെഡ് 2x സെഡ് 2x ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 2x സ്ക്വയർ 2x ഇൻറ്റു മൈനസ് വൈ മൈനസ് 2xy പ്ലസ് 2y ഇൻറ്റു സെഡ് 2y സെഡ് 2y ഇൻറ്റു മൈനസ് വൈ മൈനസ് 2y സ്ക്വയർ 2y ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 2xy. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മൈനസ് 2xy രണ്ട് പ്രാവശ്യമുണ്ട്. മൈനസ് 2xy മൈനസ് 2xy മൈനസ് 4xy ആയി. 2y ഒരു പ്രാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഓർഡറിൽ എഴുതാം. മൈനസ് 2x സ്ക്വയർ മൈനസ് 2y സ്ക്വയർ 2xy എന്തായി മൈനസ് 4xy ആയി. പിന്നെ ബാക്കിയുള്ളത് 2yz പ്ലസ് 2xz ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് ഇതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 4l ഇൻറ്റു 10n മൈനസ് 3m പ്ലസ് 2l ആണ്. അപ്പോൾ ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4l ഇൻറ്റു 10n മൈനസ് 4l ഇൻറ്റു 3m പ്ലസ് 4l ഇൻറ്റു 2l. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 10 40ln മൈനസ് 12lm പ്ലസ് 8l സ്ക്വയർ. ഇനി നമുക്ക് ഏതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് ഇതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 3l ഇൻറ്റു l മൈനസ് 4 പ്ലസ് 4m പ്ലസ് 5n ആണ് ഉള്ളത്. അപ്പോൾ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3l ഇൻറ്റു l 3l സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 മൈനസ് 12lm പ്ലസ് 5 ഇൻറ്റു 3 15ln ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡറിൽ നമ്മൾ ഇവിടെ എഴുതണം. 3l സ്ക്വയർ ഇവിടെയാണ് 3l സ്ക്വയർ മൈനസ് 12lm പ്ലസ് 15ln. ഇനി സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് സൈൻ വരും.
സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 8l² മൈനസ് 3l² എന്ന് പറഞ്ഞാൽ 8 മൈനസ് 3 5l². ഇവിടെ -12, ഈ മൈനസും മൈനസും എന്തായി പ്ലസ് ആയി. -12lm പ്ലസ് 12lm എന്തായി, അത് 0 ആയിപ്പോയി. ഇവിടെ 40ln മൈനസ് 15, 14 15 മൈനസ് ചെയ്യുക. 5 ഇവിടെ 3 25 ln. അപ്പൊ നമ്മുടെ ആൻസർ 25ln പ്ലസ് 5l² ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3a × a എന്ന് പറയുന്നത് 3a², 3a × b എന്ന് പറയുന്നത് 3ab, പ്ലസ് 3a × c 3ac, മൈനസ് 2b × a മൈനസ് 2ab, മൈനസ് 2b × മൈനസ് b എന്ന് പറയുന്നത് പ്ലസ് 2b², മൈനസ് 2b × c എന്ന് പറയുന്നത് മൈനസ് 2bc. അപ്പോൾ ഇതിനെ ഷോർട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് ഇത് മാത്രമേ എ ബിയിലുള്ളൂ. അപ്പോൾ 3a² പ്ലസ് 3ab മൈനസ് 2ab എന്തായി, ab ആയി, പ്ലസ് 3ac പ്ലസ് 2b² മൈനസ് 2bc ആണ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 4c × മൈനസ് a പ്ലസ് b പ്ലസ് c ആണ് ഉള്ളത്. അപ്പൊ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 4ca മൈനസ് 4c × b 4bc, 4c × c 4c². അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി ഇതാണ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഓർഡറിൽ എഴുതാം നമുക്ക്. അപ്പൊ ഇവിടെ എ ബി, ഇതിൽ എ ബി ഇല്ല, എ സി ഉണ്ട്, 3ac. അപ്പൊ ഇവിടെ 3ac ഇത് എഴുതി. ഇനി നമുക്ക് ബി സി ഉണ്ട്, മൈനസ് 2bc, അത് അതുപോലെ എഴുതി. പിന്നെ വേറൊന്നും നമുക്ക് ഓർഡർ ഇതിലില്ല. അപ്പൊ എന്ത് ചെയ്യാം, ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്ലസ് ഇട്ട് ചെയ്താൽ, അതായത് ഏതൊക്കെ എഴുതേണ്ടത്, എ ബി വേണം, പിന്നെ 3a². അപ്പോൾ 3a² പ്ലസ് എ ബി പ്ലസ് 3ac, ഇനി ഒരു 2b² കൂടി ഉണ്ട്. അപ്പൊ അത് ഇവിടെ എഴുതാം, 2b². അപ്പോൾ ഇല്ലാത്തത്, അതായത് ആ നമ്പറിന് സെയിം ആയിട്ടുള്ളത് അതിന്റെ ഓർഡറിൽ എഴുതുക. എന്നാൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ളൂ. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തായി, 4c². അതായത് ഇതിൽ നിന്ന് ഇതാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇവിടെ നമ്പർ ഇല്ല, അപ്പോൾ അത് 4c². ഇവിടെ 4bc മൈനസ് ഓഫ് മൈനസ് 2bc എന്ന് പറയുന്നത് എന്തായി, 4 + 2 6bc ആയി. ഇവിടെ -4 - 3 ആണുള്ളത്. -4 - 3 എന്ന് പറയുന്നത് -7ac. ഇനിയുള്ളത് ശ്രദ്ധിക്കണം, ഇതിനെല്ലാം സൈൻ മാറ്റി കൊണ്ടുവരണം നമ്മൾ. -ab -3a² -2b². കാരണം നമ്മൾ അതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ഉള്ളതെല്ലാം നെഗറ്റീവായി മാറും. അപ്പോൾ -7ac പ്ലസ് 6bc മൈനസ് എ ബി മൈനസ് 3a² -2b². അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.